ആറ്റിങ്ങലിൽ ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലം തന്നെയാണ് ആറ്റിങ്ങലും. വി ജോയി ഒരു ഭാഗത്ത് നിൽക്കുന്നു, അടൂർ പ്രകാശ് ഒരു ഭാഗത്ത് നിൽക്കുന്നു, ദെൻ വി മുരളീധരൻ ഒരു ഭാഗത്ത് നിൽക്കുന്നു. പക്ഷേ ശക്തമായ ത്രികോണ മത്സരത്തിൽ ആർക്കാണ് അഡ്വാൻറ്റേജ്? ആറ്റിങ്ങിൽ ഞാൻ അടൂർ പ്രകാശിന് അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് വിചാരിക്കുന്നയാളാണ്. ആറ്റിങ്ങിൽ ഇതുപോലെ തന്നെ സംശയമൊന്നുമില്ല, വലിയ ശക്തമായ മത്സരമാണ് ആറ്റിങ്ങിൽ നടന്നിട്ടുള്ളത്. അത് വി ജോയി രംഗത്ത് വന്നതുകൊണ്ട് നടന്ന ശക്തമായ മത്സരമാണ്. വി ജോയി അവിടെ MLA ആണ് വർക്കലയിൽ നിന്നുള്ള, അതുപോലെ തന്നെ അവിടുത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ആ അർത്ഥത്തിലൊക്കെ വലിയ രീതിയിലൊരു സാന്നിധ്യമായിട്ട് ആ മണ്ഡലത്തിൽ മാറാൻ വി ജോയിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമോ സീറ്റിലേക്ക് എന്നുള്ള ചോദ്യത്തിന് അടൂർ പ്രകാശിന് തന്നെയാണ് അഡ്വാൻറ്റേജ്. 3ാം സ്ഥാനത്തേക്കാണ് വി മുരളീധരൻ പോവുക. വി മുരളീധരൻ ശോഭ പിന്നെ സുരേന്ദ്രൻ പിടിച്ച അതേ വോട്ട് ശതമാനത്തിൽ തന്നെ എത്തി നിൽക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവിടെ വോട്ട് പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ there will be a tight competition in between അടൂർ പ്രകാശ് ആൻഡ് വി ജോയി. അഡ്വാൻറ്റേജ് ഗോസ് ടു അടൂർ പ്രകാശ്. ഓക്കെ സ്മൃതി. വി ജോയ് ജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അടൂർ പ്രകാശ് പ്രചാരണത്തിന് തുടക്കഘട്ടത്തിൽ ഒരു മേൽക്കൈ കാണിച്ചിരുന്നു. പക്ഷേ പിന്നീട് ജോയ് വലിയ രീതിയിൽ മുന്നേറുന്നതാണ് കണ്ടത്. വി മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് പോകും. ശോഭാ സുരേന്ദ്രൻ പിടിച്ച അത്ര വോട്ട് വി മുരളീധരൻ പിടിക്കാനിടയില്ല. തീർച്ചയായിട്ടും അടൂർ പ്രകാശ് 2ാം സ്ഥാനത്തേക്ക് പോകുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ആറ്റിങ്ങലിൽ നിലവിൽ വി ജോയിയുടെ സംഘടനാ പ്രവർത്തന രീതി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പലതവണ പോകുമ്പോഴും പാർട്ടി മെഷീനറി കൃത്യമായിട്ട് വർക്ക് ചെയ്തതായിട്ട് കാണാം. എന്നാൽ അതേസമയം കാട്ടാക്കട വെള്ളറട ഭാഗങ്ങളിലെല്ലാം കോൺഗ്രസിന് സ്വാധീനമുള്ള മേഖലയിൽ പോലും അടൂർ പ്രകാശിന് കാര്യമായ ഇൻട്രോൾസ് ഇത്തവണ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ ശബരിമല രാഹുൽ തരംഗം ഒഴിച്ചു നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ കൂടി അടൂർ പ്രകാശിന് കഴിഞ്ഞ തവണ സമ്പത്തിൽ നിന്ന് പോയ വോട്ടുകൾ തീർച്ചയായിട്ടും തിരിച്ച് വി ജോയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. 2% സ്വിംഗെങ്കിലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതങ്ങനെ വന്നാൽ വി ജോയി 1ാം സ്ഥാനത്തേക്ക് വരികയും അടൂർ പ്രകാശ് 2ാം സ്ഥാനത്തേക്ക് പോവുകയും വി മുരളീധരൻ 3ാം സ്ഥാനത്തെത്തുകയും ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ആറ്റിങ്ങലിൽ വി ജോയ് എന്നതാണ് എൻ്റെ ടേക്ക്. ആറ്റിങ്ങലിൽ വി ജോയ് എന്ന് മാത്രമല്ല LDF ആദ്യം ജയിക്കാൻ പോകുന്ന 2 മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ. അതുകൊണ്ട് തന്നെ നിസ്സംശയം പറയാം, ആറ്റിങ്ങലിൽ വി ജോയ്, അടൂർ പ്രകാശ്, അത് കഴിഞ്ഞ് വി മുരളീധരൻ. ആറ്റിങ്ങലിലും ഇവർ പറഞ്ഞ പോലെ തന്നെയാണ്, വി ജോയ് തന്നെയാണ് ജയിക്കാൻ പോകുന്നതാണ് എൻ്റെ ടേക്ക്. അത് 2ാം സ്ഥാനത്ത് അടൂർ പ്രകാശ്, 3ാം സ്ഥാനത്ത് മുരളീധരൻ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ്. കാരണം വളരെയധികം സംഘടനാ പ്രവർത്തനം നടന്ന സ്ഥലമാണ് ആറ്റിങ്ങൽ. അവിടെ എന്തായാലും കാരണം രാജീവ് ചന്ദ്രശേഖരൻ്റെ സംഘടനാ സംവിധാനങ്ങൾ മുഴുവൻ ആറ്റിങ്ങലിൽ യൂസ് ചെയ്തത് വി മുരളീധരനാണെന്നൊരു ടേക്കും കൂടി അവിടെ എല്ലാവരും പറയുന്നുണ്ട്. കാരണം അവിടെ പ്രവർത്തനം കുറയാൻ കാരണം ആൾക്കാരെ മുഴുവൻ ആറ്റിങ്ങലിലേക്ക് മുരളീധരൻ കൊണ്ടുവന്നാണ് പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടെ അവിടെ വി ജോയി ആണ് ജയിക്കാൻ സാധ്യത. ഓക്കെ സുജയ ഭവതി. ആർട്ടിക്കലിൽ ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. കാരണം വി ജോയ്ക്കൊരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വിക്ടറി ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല. അതിന് പല ഘടകങ്ങളുണ്ട്. കാരണം വർക്കല MLA എന്ന നിലയിൽ വി ജോയി ആ ഒരു മണ്ഡലത്തിൽ പോപ്പുലർ ആണ്. പക്ഷേ എൻറ്റയർ ആറ്റിങ്ങലിൽ വി ജോയി അത്രയ്ക്ക് എല്ലായിടത്തും ഒരേപോലെ ആളുകളിൽ നിന്ന് വോട്ട് കിട്ടുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. മേ ബി വി ജോയി ജയിക്കുമായിരിക്കാം. പക്ഷേ ഞാൻ വിചാരിക്കുന്നു അടൂർ പ്രകാശ് ജയിക്കുമെന്ന്. സംബന്ധിച്ച് എനിക്കും ഒരു വ്യക്തമായ അഭിപ്രായം പറയാൻ പറ്റില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഞാനൊരു 6 മണ്ഡലങ്ങളെങ്കിലും കുറഞ്ഞത് ടൈയിലേക്കാണ്. അതാണ് ഇവിടെ ടൈ ആണോ? ടൈ ആണ്. അതായത് അടൂർ പ്രകാശ് അതിൽ ആര് ജയിച്ചാലും ആറ്റിങ്ങലിൽ ആര് ജയിച്ചാലും ഭൂരിപക്ഷം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. 39ലേക്ക് ഒന്നും പോവില്ല. അതാണ് വി ജോയ്ക്ക് എനിക്കൊരു ക്ലിയർ ആയിട്ട് ജയിക്കുമെന്ന് പറയാൻ പറ്റുന്നത്. നല്ല മത്സരം അവിടെ കൊടുത്തിട്ടുണ്ട്. എൻറ്റയർ CPIM മെഷീനറി അവിടെ ആക്റ്റീവ് ആയിരുന്നു. ജയിക്കേണ്ടതാണ് വി ജോയ്, ഡിസർവിംഗ് കാൻഡിഡേറ്റ് ആണ്. പക്ഷേ അടൂർ പ്രകാശ് ഒരു നല്ല ഇലക്ഷൻ മാനേജറാണ്. സോ ഫൈനലി എങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഞാൻ പക്ഷേ അടൂർ പ്രകാശിന് ക്ലിയർ വിക്ടറി ആണ് കേട്ടോ പറയുന്നത്. അടൂർ പ്രകാശിന് ക്ലിയർ വിക്ടറിയാണ് ഞാൻ പറയുന്നത്. അടൂർ പ്രകാശ് ജയിക്കുമെന്ന് ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നു. ഞാൻ ഹാഫ് അടൂർ പ്രകാശ് ആണ്. ഹാഫ് അടൂർ പ്രകാശ് means half വി ജോയ്. What choice are? I know you love both. രണ്ടുപേരെയും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പക്ഷെ മൂന്നുപേരെ ഇഷ്ടമാണ്. കേട്ടില്ല. മൂന്നുപേരെ ഇഷ്ടമാണ്. എന്ത് ചെയ്യാനാ? ഓക്കെ. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരാൾക്കല്ലേ വിജയിക്കാൻ പറ്റും. ഫിക്സ് യുവർ മൈൻഡ്. ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് ഞാൻ വോട്ട് ചെയ്ത ആൾ ജയിക്കണമെന്നാണ്. പക്ഷേ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ രണ്ടുപേരുടെ സാധ്യത ഇവിടെ കാണാം. നമുക്കൊരു രഹസ്യ ബാലറ്റ് സിസ്റ്റം ആണെന്ന് മറക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഉറപ്പിച്ചു പറയൂ. ഉറപ്പിച്ച് ഞാൻ അടൂർ പ്രകാശ് ഉറപ്പിച്ചിരിക്കുന്നു. സോ ടു അടൂർ പ്രകാശ് ആൻഡ് ഉണ്ണി ബാലകൃഷ്ണൻ. ഓൾവേസ് ഉണ്ണി ബാലകൃഷ്ണന്റെ ഒരു സ്വാധീനം സുജയിൽ ഞാൻ കാണുന്നുണ്ട്. ഈശ്വര. ഓക്കെ. വേറെ എന്ത് സംഭവിച്ചാലും അത് നടക്കില്ല. അതല്ല അടൂർ പ്രകാശിന്റെ ഞാൻ അവിടുത്തെ ഒരു കണ്ടീഷൻ, അതായത് വി ജോയ്ക്ക്
വർക്കല പോലെ എല്ലായിടത്തേക്കും ചില കാര്യങ്ങളിൽ ഒരു കുറവ് തിരിച്ചാണെന്നാണ് സംഭവിച്ചിട്ടുണ്ട്. എന്റെ ഗ്രൗണ്ടിൽ നിന്നുള്ള എക്സ്പീരിയൻസ്. ഞാൻ ഗ്രൗണ്ടാണ് പറഞ്ഞത്. ഞാൻ ഈ 3 റീജിയനുകളിൽ ഞാൻ നമ്മൾ അടുത്ത polling day മണ്ഡലത്തിലേക്ക് അടക്കം പോയിട്ടുണ്ട്. ആ നമ്മള് റീജിയനുകളിൽ തിരിച്ചു നീട്ടണ്ട, കണക്കാണ്. നീട്ടണ്ട. polling day അതെ, അടക്കം നമുക്ക് നോക്കാം. ഞാൻ പറയുന്നത്. വരട്ടെ. അപ്പോൾ നിലവിൽ 4-2 എന്നതാണ് കണക്ക്. 2 പേർ അടൂർ പ്രകാശ് വിജയിക്കുമെന്ന് പറയുന്നു, 4 പേർ വി ജോയിക്കാണ് വിജയസാധ്യത പറയുന്നത്. ഞാനും സുജയാണ് അടൂർ പ്രകാശനും. സുജയും ഉണ്ണി ബാലകൃഷ്ണനുമാണ് അടൂർ പ്രകാശ് വിജയിക്കും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ എന്ന് പറയുന്നത്.